പെന്തക്കോസ് ദിനത്തിലെ അന്യഭാഷ ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ്? സ്വർഗീയ ഭാഷയോ മനുഷ്യഭാഷയോ? തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പഠനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ലോകമെമ്പാടുമുള്ള പല ക്രിസ്തീയ സഭകളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് അന്യഭാഷ അഥവാ ടങ്സ്. ചില പറയുന്നത് പെന്തക്കോസ് ദിനത്തിൽ ലഭിച്ചതുപോലെ ഇന്നും വിശ്വാസികൾ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഒരു സ്വർഗീയ പ്രാർത്ഥനാ ഭാഷ സംസാരിക്കണമെന്നും അതാണ് പരിശുദ്ധാത്മാവിൻ്റെ തെളിവെന്നുമാണ്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാകേണ്ടത് അനുഭവമോ പാരമ്പര്യമോ അല്ല, ദൈവവചനമാണ്. പ്രവൃത്തികൾ 17:11 ഇപ്രകാരം പറയുന്നു, ഇത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ ദിവസേന ശോധന ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമുക്കും ബൈബിൾ എന്താണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നതെന്ന് പരിശോധിക്കാം. ഒന്ന്, പെന്തക്കോസ് ദിനത്തിൽ എന്താണ് സംഭവിച്ചത്? പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് അവർക്ക് അരുളി ചെയ്തതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അടുത്ത വാക്യങ്ങളിൽ അതിൻ്റെ അർത്ഥം ബൈബിൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. പ്രവൃത്തികൾ 2:6 നാം വായിക്കുന്നു, ഓരോരുത്തൻ തൻ്റെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു. പ്രവൃത്തികൾ 2:8 നാം വായിക്കുന്നു, നാം ജനിച്ച ഭാഷകളിൽ സംസാരിക്കുന്നത് എങ്ങനെ കേൾക്കുന്നു. പ്രവൃത്തികൾ 2:11 പറയുന്നു, നമ്മുടെ ഭാഷകളിൽ ദൈവത്തിൻ്റെ മഹത്വമുള്ള പ്രവൃത്തികളെ അവർ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നു. ഇവിടെ ഒരിടത്തും മനസ്സിലാകാത്ത ശബ്ദത്തെക്കുറിച്ച് പറയുന്നില്ല. പകരം വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആളുകൾ അവരുടെ സ്വന്തം ഭാഷകളിൽ ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികളെ കേട്ടു. അതിനാൽ പെന്തക്കോസിലെ അന്യഭാഷകൾ യഥാർത്ഥ മനുഷ്യഭാഷകളായിരുന്നു എന്ന് ബൈബിൾ തന്നെ വ്യക്തമാക്കുകയാണ്. രണ്ടാമത്, ദൂതന്മാരുടെ ഭാഷ എന്നത് എന്താണ്? ചിലർ 1 കൊരിന്ത്യർ 13:1 ഉദ്ധരിക്കുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും. എന്നാൽ ഇതേ അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് എല്ലാ ജ്ഞാനവും ഉണ്ടായാലും പർവ്വതങ്ങളെ നിൽക്കുന്ന വിശ്വാസമുണ്ടായാലും എനിക്കുള്ളതെല്ലാം ദാനം ചെയ്താലും ഇവയെല്ലാം ഒരു സത്യം ഊന്നിപ്പറയാൻ ഉപയോഗിച്ച ശക്തമായ ഭാഷയാണ്. ആ സന്ദേശം എന്താണ്? സ്നേഹമില്ലെങ്കിൽ ഏറ്റവും വലിയ ആത്മീയ വരങ്ങൾക്കും പ്രയോജനമില്ല എന്നുള്ളതാണ്. പൗലോസ് എവിടെയും ദൂതന്മാരുടെ ഭാഷ എന്താണെന്ന് വിശദീകരിക്കുന്നില്ല. വിശ്വാസികൾ അത്തരം ഭാഷ സംസാരിക്കണമെന്നും പഠിപ്പിക്കുന്നില്ല. മൂന്നാമതായത്, ബൈബിളിൽ ദൂതന്മാർ എങ്ങനെ സംസാരിച്ചു? മനോഹയോടും ഭാര്യയോടും ദൂതൻ ഏത് ഭാഷയിലാണ് സംസാരിച്ചതെന്ന് നമുക്ക് നോക്കാം. മനോഹയോടും ഭാര്യയോടും ഒരു പുത്രൻ ജനിക്കുമെന്ന് ദൈവദൂതൻ അറിയിച്ച സംഭവം ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിൾ ദൂതൻ ഏത് ഭാഷയിലാണ് സംസാരിച്ചതെന്ന് വ്യക്തമായി പറയുന്നില്ല. എന്നാൽ ആ സംഭവത്തിൻ്റെ വിവരണം ശ്രദ്ധിച്ചാൽ മനോഹയ്ക്കും ഭാര്യയ്ക്കും പൂർണ്ണമായി മനസ്സിലാകുന്ന ഭാഷയിലാണ് ദൂതൻ സംസാരിച്ചതെന്ന് വ്യക്തമാണ്. ഒന്ന്, ആദ്യം ദൂതൻ മനോഹയുടെ ഭാര്യയോടാണ് സംസാരിച്ചത്. ന്യായാധിപന്മാർ 13:3-5 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ദൂതൻ അവളോട് ഒരു പുത്രൻ ജനിക്കുമെന്നും ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്നും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി. അവൾക്ക് പറഞ്ഞതെല്ലാം വ്യക്തമായി മനസ്സിലാക്കി. രണ്ടാമത്, മനോഹയുടെ ഭാര്യ ആ സന്ദേശം ഭർത്താവിനോട് കൃത്യമായി അറിയിച്ചു എന്നുള്ളതാണ്. അത് ന്യായാധിപന്മാർ 13:6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ അവൾ സ്വന്തം ഭർത്താവിനോട് വ്യക്തമായി വിവരിച്ചു. ഇത് ദൂതൻ പറഞ്ഞ ഭാഷ അവൾക്ക് മനസ്സിലായിരുന്നു എന്ന് തെളിയിക്കുകയാണ്. മൂന്നാമത്, പിന്നീട് മനോഹ ദൂതനോട് നേരിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ന്യായാധിപന്മാർ 13:11-18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഈ ഭാഗത്ത് സാധാരണ സംഭാഷണമാണ് നടക്കുന്നത്. മനോഹ ദൂതനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ദൂതൻ വ്യക്തമായ മറുപടികൾ നൽകുന്നു. മനോഹ ദൂതനെ ഭക്ഷണത്തിനായി താമസിക്കുവാൻ ക്ഷണിക്കുന്നു. ദൂതൻ യഹോവയ്ക്ക് ഹോമയാഗം അർപ്പിക്കണമെന്ന് ഉപദേശിക്കുന്നുണ്ട്. ഈ സംഭാഷണത്തിൽ ഒരിടത്തും മനസ്സിലാകാത്ത ഭാഷയോ അർത്ഥമില്ലാത്ത ശബ്ദമോ കാണുന്നില്ല. നാലാമതായിട്ട്, ദൂതൻ അഗ്നിജ്വാലയിൽ ആകാശത്തേക്ക് ഉയർന്ന ശേഷവും അവർ പരസ്പരം
സംസാരിക്കുന്നതായിട്ട് കാണാം. ന്യായാധിപന്മാർ 13:20 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളിൽ. ദൂതൻ യാഗപീഠത്തിലെ അഗ്നിജ്വാലയിൽ കയറി ഉയർന്നപ്പോൾ മനോഹ പറഞ്ഞു, നാം ദൈവത്തെ കണ്ടതുകൊണ്ട് നിശ്ചയമായും മരിക്കും. വാക്യം 22 അതാണ് പറയുന്നത്. അപ്പോൾ മനോഹയുടെ ഭാര്യ വിവേകപൂർവ്വം മറുപടി പറയുന്നുണ്ട്, യഹോവ നമ്മെ കൊല്ലുവാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാഗവും ഭോജനയാഗവും സ്വീകരിക്കുമായിരുന്നില്ല എന്ന് 23-ാം വാക്യത്തിൽ പറയും. അവർ തമ്മിലുള്ള ഈ സംഭാഷണവും ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു എന്ന് തെളിവാക്കും. അപ്പോൾ ദൂതൻ ഏത് ഭാഷയിലാണ് സംസാരിച്ചത്? ബൈബിളിൽ അതിൻ്റെ പേര് പറയുന്നില്ല. എന്നാൽ മനോഹയും ഭാര്യയും ഇസ്രായേല്യരായിരുന്നതിനാൽ അവർ സംസാരിക്കുന്ന സാധാരണ ഭാഷയിലാണ് ദൂതൻ സംസാരിച്ചതെന്ന് പല ബൈബിൾ ഗവേഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. അത് അന്നത്തെ എബ്രായ ഭാഷ അല്ലെങ്കിൽ അതിനോട് അടുത്ത ബന്ധമുള്ള കനാന്യ ഭാഷാശാഖയായിരിക്കാം. എന്നിരുന്നാലും ഇത് ബൈബിളിൻ്റെ വ്യക്തമായ പ്രസ്താവനയല്ല, സാഹചര്യത്തിൽ നിന്ന് നിഗമനം ചെയ്യപ്പെടുന്ന ഒരു അഭിപ്രായമാണ്. ഈ സംഭവത്തിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ സംഭവം വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം വ്യക്തമാക്കുന്നു. ദൂതൻ മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ സംസാരിച്ചില്ല. മനോഹയും ഭാര്യയും പറഞ്ഞതെല്ലാം ഉടൻ മനസ്സിലാക്കി. അവർ ചോദ്യങ്ങൾ ചോദിച്ചു. ദൂതൻ വ്യക്തമായ മറുപടി അവർക്ക് നൽകി. ഒരു വ്യാഖ്യാതാവിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം സംഭാഷണം എല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കുന്ന ഭാഷയിലായിരുന്നു. ബൈബിളിൽ മറ്റെവിടെയെങ്കിലും ഇതേ മാതൃക തന്നെയാണ് കാണുന്നത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും ദൈവദൂതന്മാർ അബ്രഹാമിനോട് സംസാരിച്ചു, ദാനിയേലിനോട് സംസാരിച്ചു, മറിയത്തോട് സംസാരിച്ചു, യോസഫിനോട് സംസാരിച്ചു, സക്രിയാവോട് സംസാരിച്ചു, യേശുവിൻ്റെ ജനനസമയത്ത് ഇടയന്മാരോട് സംസാരിച്ചു, നാം മനോഹയും ഭാര്യയും സംസാരിച്ചു എന്ന് നമ്മൾ മുൻപ് ധ്യാനിച്ചു. സംസാരിച്ച എല്ലാ സന്ദർഭങ്ങളിലും അവർ കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിച്ചത്. ബൈബിളിൽ ഒരിടത്തും ദൂതന്മാർ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഒരു സ്വർഗീയ ഭാഷ ഉപയോഗിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ബൈബിൾ ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ദൈവദൂതന്മാർ മനുഷ്യരുമായി ആശയവിനിമയം നടത്തിയപ്പോഴെല്ലാം അവർ കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് ഉപയോഗിച്ചത്. അതേസമയം 1 കൊരിന്ത്യർ 12-14 വരെയുള്ള അധ്യായങ്ങളെക്കുറിച്ച് വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനാൽ ഈ വിഷയത്തിൽ ശരിയായ ഒരു സമീപനം നമ്മൾക്ക് വേണ്ടത് ബൈബിൾ വ്യക്തമായി പറയുന്ന കാര്യങ്ങളെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുകയും തിരുവചനം വ്യക്തമായി പറയാത്ത കാര്യങ്ങളെ മനുഷ്യരുടെ പാരമ്പര്യങ്ങളെയോ അനുഭവങ്ങളെയോ അടിസ്ഥാനമാക്കി സിദ്ധാന്തമാക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നാലാമതായിട്ട് 1 കൊരിന്ത്യർ 14 എന്താണ് പഠിപ്പിക്കുന്നത്? പൗലോസ് സഭയിലെ ആരാധനയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 14:9 വ്യക്തമായ വാക്കുകൾ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എങ്ങനെ അറിയും? 1 കൊരിന്ത്യർ 14:27-28 അദ്ദേഹം പറയുകയാണ്, ആരെങ്കിലും അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ വ്യാഖ്യാനം ഉണ്ടായിരിക്കണം. വ്യാഖ്യാനിക്കുന്നവനില്ല എങ്കിൽ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. 1 കൊരിന്ത്യർ 14:40 എല്ലാ ശോഭയായും ക്രമമായും നടക്കട്ടെ. അതിനാൽ പൗലോസിൻ്റെ പ്രധാന ഊന്നൽ സഭയുടെ ആത്മീയ വളർച്ച, വ്യക്തമായ ആശയവിനിമയമാണ്, വ്യാഖ്യാനമാണ്, ക്രമമുള്ള ആരാധനയാണ്. അഞ്ചാമതായി സ്വർഗീയ പ്രാർത്ഥനാ ഭാഷ എന്ന ഉപദേശം എവിടെ നിന്നാണ് പ്രചരിച്ചത്? സ്വർഗീയ പ്രാർത്ഥനാ ഭാഷ എന്ന ഉപദേശം എവിടെ നിന്നാണ് പ്രചരിച്ചത്? പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ സഭകളോട് മനസ്സിലാകാത്ത ഒരു സ്വർഗീയ ഭാഷ അന്വേഷിക്കുവാൻ പറഞ്ഞതായി രേഖയില്ല. ചരിത്രത്തിൽ ഇന്ന് കാണുന്ന ഈ ആശയം പ്രധാനമായും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉണ്ടായ പെന്തക്കോസ് ഉണർവുകളുടെ വ്യാപകമായി പ്രചരിച്ചു. ആദ്യകാലത്ത് പലരും തങ്ങൾ യഥാർത്ഥ വിദേശ ഭാഷകളാണ് സംസാരിക്കുന്നതെന്ന് കരുതി. എന്നാൽ പിന്നീട് വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ അവിടുത്തെ ആളുകൾക്കത് മനസ്സിലാകുന്നില്ലെന്ന് മനസ്സിലായതിനെ തുടർന്ന് പല വിഭാഗങ്ങളും അതിനെ സ്വർഗീയ പ്രാർത്ഥനാ ഭാഷ എന്ന രീതിയിൽ വിശദീകരിക്കാൻ തുടങ്ങി. ഇത് പുതിയ നിയമത്തിലെ വ്യക്തമായ ഉപദേശം എന്നതിലുപരി പിന്നീട് രൂപപ്പെട്ട ഒരു ദൈവശാസ്ത്ര വ്യാഖ്യാനമാണെന്ന് ചരിത്ര പഠനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആറാമതായിട്ട് വിശ്വാസികൾ എന്ത് ചെയ്യണം? ദൈവവചനം നമ്മോട് പറയുന്നു, എല്ലാ ഉപദേശങ്ങളെയും തിരുവെഴുത്തിനോട് താരതമ്യം ചെയ്യുക. പ്രവൃത്തികൾ 17-ന്റെ 11-ാം വാക്യം പറയുകയാണ്.
ആത്മാക്കളെ ശോധന ചെയ്യുക. 1 യോഹന്നാൻ 4:1 പറയുന്നു. എല്ലാം ആത്മീയ വളർച്ചയ്ക്കായിട്ടായിരിക്കണം. 1 കൊരിന്ത്യർ 14:26 പറയുന്നു. പൊതുസഭയിൽ അന്യഭാഷ ഉണ്ടെങ്കിൽ വ്യാഖ്യാനം ഉണ്ടായിരിക്കണം. 1 കൊരിന്ത്യർ 14:27-28 പറയുന്നു. എല്ലാം ക്രമത്തിലും ശോഭയിലും നടക്കണം. 1 കൊരിന്ത്യർ 14:40 പറയുന്നു. എങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. 1 കൊരിന്ത്യർ 14:2 ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നാം പലരും പറയുന്ന വാക്കാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ദൈവത്തോടാണ് സംസാരിക്കുന്നതെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇതെന്താണ് അർത്ഥമാക്കുന്നത്? ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന വാക്യം 1 കൊരിന്ത്യർ 14:2 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും മനസ്സിലാക്കുന്നില്ല, ആത്മാവിൽ അവൻ രഹസ്യങ്ങൾ സംസാരിക്കുന്നു. 1 കൊരിന്ത്യർ 14:2. ഈ ഒരു വാക്യം മാത്രം വേർതിരിച്ച് വായിക്കാതെ മുഴുവൻ 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഒന്നാമതായി കൊരിന്ത്യ സഭയിൽ എന്താണ് ആ സമയത്ത് പ്രശ്നമായിരുന്നത് അത് മനസ്സിലാക്കണം. കൊരിന്ത്യ സഭയിൽ ആരാധന സമയത്ത് ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. ചിലർ അന്യഭാഷകളിൽ സംസാരിച്ചിരുന്നെങ്കിലും അവയ്ക്ക് വ്യാഖ്യാനമില്ലായിരുന്നു. അതുകൊണ്ട് സഭയിലെ മറ്റുള്ളവർക്ക് ആത്മീയ പ്രയോജനം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് ഈ അധ്യായത്തിൽ ഉടനീളം ഒരേ ഒരു കാര്യം വീണ്ടും വീണ്ടും ഊന്നിപ്പറഞ്ഞത്: സഭയുടെ ആത്മീയ വളർച്ച, എഡിഫിക്കേഷൻ ഓഫ് ദി ചർച്ച്. അത് നമുക്ക് താഴെ പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. 1 കൊരിന്ത്യർ 14:5 പറയുന്നു, അന്യഭാഷയ്ക്ക് വ്യാഖ്യാനം ഉണ്ടായാൽ മാത്രമേ സഭയ്ക്ക് ആത്മീയ വളർച്ച ഉണ്ടാവൂ. 1 കൊരിന്ത്യർ 14:12 പറയുന്നു, സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആത്മീയ വരങ്ങൾ അന്വേഷിക്കുവിനെന്ന്. 1 കൊരിന്ത്യർ 14:19 നാം നോക്കുമ്പോൾ, സഭയിൽ ഞാൻ അന്യഭാഷയിൽ 10,000 വാക്കുകൾ പറയുന്നതിനേക്കാൾ മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടതിന് എൻ്റെ ബുദ്ധിയോടെ 5 വാക്കുകൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. 1 കൊരിന്ത്യർ 14:27-28 പറയുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നവൻ ഇല്ലെങ്കിൽ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, തനിക്ക് താനും ദൈവത്തോടും സംസാരിക്കട്ടെ. 1 കൊരിന്ത്യർ 14:40 പറയുന്നു, എല്ലാം ശോഭയായും ക്രമമായും നടക്കട്ടെ. ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നത് പൗലോസിൻ്റെ പ്രധാന ലക്ഷ്യം സഭയുടെ ആത്മീയ വളർച്ചയും ക്രമമുള്ള ആരാധനയുമാണെന്നാണ്. രണ്ടാമത്, ആരും മനസ്സിലാക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ്? 1 കൊരിന്ത്യർ 14:2 ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഗ്ലോസ എന്നാണ്. ഈ പദത്തിൻ്റെ സാധാരണ അർത്ഥം ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് എന്നാണ്. അനേകം ബൈബിൾ ഗവേഷകർ ഈ വാക്യം ഇങ്ങനെ വിശദീകരിക്കുന്നു: ഒരു വ്യക്തി സഭയിൽ മറ്റുള്ളവർക്ക് അറിയാത്ത ഒരു യഥാർത്ഥ മനുഷ്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ അവിടെ ആരും ആ ഭാഷ അറിയാത്തതിനാൽ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്നു. ഉദാഹരണത്തിന്, ഒരു വ്യക്തി പേർഷ്യൻ ഭാഷയിലോ ഈജിപ്ഷ്യൻ ഭാഷയിലോ സംസാരിച്ചാൽ സഭയിൽ ആ ഭാഷ അറിയുന്നവർ ഇല്ലെങ്കിൽ ആരും മനസ്സിലാക്കുകയില്ല. അതുകൊണ്ടാണ് വ്യാഖ്യാനം ആവശ്യമായത്. മൂന്നാമതായത്, എന്നാൽ ഇന്നത്തെ ചില പെന്തക്കോസ് സഭകൾ എന്താണ് വിശ്വസിക്കുന്നത്? പെന്തക്കോസ് കരിസ്മാറ്റിക് സഭകളിലെ പലരും ഈ വാക്യം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അവരുടെ അഭിപ്രായത്തിൽ ഇത് മനുഷ്യഭാഷയല്ല, പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സ്വർഗീയ പ്രാർത്ഥനാ ഭാഷയാണ്, ഒരു ഹെവൻലി പ്രെയർ ലാംഗ്വേജാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, 1 കൊരിന്ത്യർ 14:2 പൗലോസ് ഇത് മനുഷ്യഭാഷയല്ല എന്നും ഇത് സ്വർഗീയ ഭാഷയാണ് എന്നും വ്യക്തമായി പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. നാലാമതായിട്ട്, പൗലോസ് മനസ്സിലാക്കാത്ത അന്യഭാഷയിൽ പൊതുസഭയിൽ സംസാരിപ്പാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ല, ഒരിക്കലുമില്ല. പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, 1 കൊരിന്ത്യർ 14:28, വ്യാഖ്യാനിക്കുന്നവൻ ഇല്ലെങ്കിൽ സഭയിൽ മിണ്ടാതെ ഇരിക്കട്ടെ. അതായത് പൊതുസഭയിൽ അന്യഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ വ്യാഖ്യാനം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ സഭയിൽ സംസാരിക്കരുത്. വളരെ വ്യക്തമാണ്. അഞ്ചാമതായിട്ട്, പെന്തക്കോസ്ത് ദിനത്തിൽ എന്താണ് സംഭവിച്ചത്? പ്രവൃത്തികൾ 2-ാം അധ്യായം വളരെ വ്യക്തമാണ്. അവിടെ ജനങ്ങൾ പറഞ്ഞു, നമ്മുടെ സ്വന്തം ഭാഷകളിൽ ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികൾ അവർ പ്രസ്താവിക്കുന്നത് നാം കേൾക്കുന്നു. പ്രവൃത്തികൾ 2:11.
അതിനാൽ പെന്തക്കോസ്ത് ദിനത്തിൽ അന്യഭാഷകൾ തിരിച്ചറിയാൻ കഴിയുന്ന യഥാർത്ഥ മനുഷ്യഭാഷകളായിരുന്നു. മനസ്സിലാകാത്ത ശബ്ദങ്ങളാണെന്ന് ബൈബിൾ എവിടെയും പറയുന്നില്ല. ആറാമതായിട്ട്, ഇന്നത്തെ അന്യഭാഷാ പ്രയോഗത്തെക്കുറിച്ച് ക്രൈസ്തവർക്കിടയിൽ എന്താണ് അഭിപ്രായം? ഈ വിഷയത്തിൽ ക്രൈസ്തവർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ചില പെന്തക്കോസ്ത് കരിസ്മാറ്റിക് സഭകൾ വിശ്വസിക്കുന്നത് ഇന്നും പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക പ്രാർത്ഥനാ ഭാഷ നൽകുന്നുവെന്നാണ്. അത് പ്രവൃത്തികൾ 2 ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. മറ്റു ചില സുവിശേഷ വിശ്വാസികളും ബൈബിൾ ഗവേഷകരും വിശ്വസിക്കുന്നത് ബൈബിളിലെ അന്യഭാഷകൾ യഥാർത്ഥ മനുഷ്യഭാഷകളായിരുന്നു. അതിനാൽ ഇന്ന് കാണുന്ന മനസ്സിലാകാത്ത ശബ്ദങ്ങളെ പ്രവൃത്തികൾ 2 അന്യഭാഷയുമായി ഒരുപോലെ കാണാൻ കഴിയുകയില്ല. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? തിരുവചനം വ്യക്തമായി പറയുന്ന സത്യങ്ങൾ ഇവയാണ്. 1. പെന്തക്കോസ്ത് ദിനത്തിൽ സംസാരിക്കപ്പെട്ടത് തിരിച്ചറിയാൻ കഴിയുന്ന മനുഷ്യഭാഷകളായിരുന്നു. പ്രവൃത്തികൾ 2-ാം അധ്യായം. 2. പൊതുസഭയിൽ അന്യഭാഷയുണ്ടെങ്കിൽ വ്യാഖ്യാനം ഉണ്ടായിരിക്കണം. 1 കൊരിന്ത്യർ 14:27-28. അടുത്തതായിട്ട്, സഭയുടെ ആത്മീയ വളർച്ചയാണ് പ്രധാന ലക്ഷ്യം. 1 കൊരിന്ത്യർ 14:26 പറയുന്നു. എല്ലാം ശോഭയായും ക്രമമായി നടക്കണമെന്ന് 1 കൊരിന്ത്യർ 14:40 പറയുന്നു. സമതുലിതമായ ഒരു നിഗമനം നാം നോക്കിയാൽ 1 കൊരിന്ത്യർ 14:2 എന്ന ഒരു വാക്യം മാത്രം എടുത്ത് ഇന്ന് ചില സഭകളിൽ കാണുന്ന മനസ്സിലാകാത്ത ശബ്ദങ്ങൾ തന്നെയാണ് ബൈബിളിലെ അന്യഭാഷ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അതുപോലെ ആധുനിക അന്യഭാഷാ പ്രയോഗം നിർബന്ധമായും തെറ്റാണെന്ന് ഒരു വാക്യം മാത്രം ഉപയോഗിച്ച് തെളിയിക്കാനും കഴിയില്ല. എന്നാൽ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. എല്ലാ ആത്മീയ അനുഭവങ്ങളെയും തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം. പ്രവൃത്തികൾ 17:11. ആത്മാക്കളെ ശോധന ചെയ്യണം. 1 യോഹന്നാൻ 4:1. സഭയുടെ ആത്മീയ വളർച്ചയ്ക്കായിരിക്കണം എല്ലാം. 1 കൊരിന്ത്യർ 14:26. പൊതുസഭയിൽ അന്യഭാഷയുണ്ടെങ്കിൽ വ്യാഖ്യാനം ഉണ്ടായിരിക്കണം. 1 കൊരിന്ത്യർ 14:27-28. എല്ലാം ശോഭയായും ക്രമമായി നടക്കണം. 1 കൊരിന്ത്യർ 14:40. അതുകൊണ്ട് ഒരാത്മീയ അനുഭവമോ സഭാ പാരമ്പര്യമോ അല്ല, മറിച്ച് ദൈവവചനമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും അന്തിമ മാനദണ്ഡം ആയിരിക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശത്തിൻ്റെ ഉദ്ദേശം ഒരു വിഭാഗത്തെയോ വ്യക്തിയെയോ വിമർശിക്കുകയല്ല. ഈ സന്ദേശത്തിൻ്റെ ഉദ്ദേശം ഒരു വിഭാഗത്തെയോ വ്യക്തികളെയോ വിമർശിക്കുകയല്ല. നമ്മുടെ ഏക മാനദണ്ഡം ദൈവവചനമാണ്. പെന്തക്കോസ്ത് ദിനത്തിൽ ബൈബിളിൽ അവതരിപ്പിക്കുന്ന ഭാഷകൾ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഭാഷയായിരുന്നു. പുതിയ നിയമം വിശ്വാസികൾ നിർബന്ധമായും മനസ്സിലാക്കാത്ത ഒരു സ്വർഗീയ ഭാഷ സംസാരിക്കണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയല്ല, തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കി ആയിരിക്കട്ടെ. തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കട്ടെ. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു യോഹന്നാൻ 8:31-32, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ സത്യമായിട്ട് എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒന്നുകൂടെ അത് പറയാം, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ സത്യമായിട്ട് എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ദൈവവചനം പരിശോധിക്കൂ, സത്യം സ്നേഹിക്കൂ, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തൂ. ദൈവവചനം പരിശോധിക്കൂ, സത്യം സ്നേഹിക്കൂ, യേശുവിനെ മഹത്വപ്പെടുത്തൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.